പുല്ല് പറിക്കൽ നിർത്തലാക്കിയതോടെ ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിൽ. കൂലിയിനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് 5.5 കോടി രൂപ. റോഡരികിലെ പുല്ല് ചെത്തി വേതനം പറ്റിക്കൊണ്ടിരുന്ന തൊഴിലുറപ്പുകാർക്ക് കേന്ദ്ര സർക്കാർ പണി കൊടുത്തത് കഴിഞ്ഞ ജനുവരിയിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഗ്രാമവികസന മന്ത്രാലയം ഭേദഗതി ചെയ്തു. പുല്ല് പറിക്കൽ, കളപറിക്കൽ തുടങ്ങി ആവർത്തന സ്വഭാവമുള്ളതും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായ പ്രവൃത്തികൾ ഏറ്റെടുക്കരുതെന്ന് വിജ്ഞാപനമിറക്കി. ഇതോടെ വെട്ടിലായത് തൊഴിലുറപ്പുകാരും ജനപ്രതിനിധികളുമാണ്. റോഡരികിലെ പുല്ല് ചെത്തി തൊഴിലുറപ്പിൽ വകയിരുത്തുന്ന പരിപാടി ഇല്ലാതായി. ഇതോടെ തൊഴിലുറപ്പുകാർക്ക് പണിയില്ലാതായ അവസ്ഥയാണ്. മാത്രമല്ല, ഈ വക പ്രവൃത്തി ചെയ്തവർക്ക് പണിയെടുത്തതിന് കൂലിയും ലഭ്യമായിട്ടില്ല. ഒട്ടനവധി തൊഴിലാളികൾ ഇന്ന് പണിയില്ലാതെ ഇരിക്കുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഗ്രാമപഞ്ചായത്തുകൾ പോലും, ആ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രദേശത്ത് പോലും ഇത് ഇന്ന് വരെ വളരെ നിസ്സംഗമായ രീതിയിലാണ് നടക്കുന്നത്. ഒരു പ്രവർത്തനങ്ങളും നടക്കാതെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഫണ്ടും ലഭ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ജില്ലാ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും യാതൊരു വ്യക്തതയുമില്ലാത്ത രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. പ്രശ്നം നിയമഭേദഗതി മാത്രമല്ലെന്ന് TCVയുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. സർക്കാർ ജില്ലയ്ക്ക് ഫണ്ട് നൽകുന്നില്ല. നേരത്തെ കേന്ദ്രം നേരിട്ട് ജില്ലയ്ക്ക് തുക നൽകുകയായിരുന്നു പതിവ്. ഇപ്പോഴത് സംസ്ഥാന സർക്കാർ വഴിയാണ്. കേന്ദ്രം ഫണ്ട് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ തുക ജില്ലയ്ക്ക് കൈമാറുന്നില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലെ 5.5 കോടി രൂപയാണ് കൂലി ഇനത്തിലും സാധന സാമഗ്രികൾ വാങ്ങിയ ഇനത്തിലും ജില്ലയ്ക്ക് കിട്ടാനുള്ളത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതാണ് ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. തൊഴിലില്ല എന്നത് മാത്രമല്ല, ചെയ്ത തൊഴിലിന്റെ കൂലിയും ലഭിക്കുന്നില്ല. ഇനി റോഡരികിലെ പുല്ല് ആളുയരത്തിൽ വളർന്നാലും തിരിഞ്ഞു നോക്കില്ലെന്നാണ് ജനപ്രതിനിധികളുടെ നിലപാട്. എന്തായാലും നാട്ടിലെ തൊട്ടാവാടിയും കീഴാർനെല്ലിയും തൊഴിലുറപ്പുകാർ ചെത്തിക്കളഞ്ഞെന്ന് പരാതി ഉയർത്തിയ പരിസ്ഥിതിവാദികൾക്ക് ആശ്വസിക്കാം. TCV തൃശൂർ.